ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ് സൈക്കോളജിയിലെ യൂണിറ്റ് 3ൽ പെർസ്പെക്റ്റീവ്സ് ഓൺ ലേണിംഗ്. അപ്പോൾ അതിൽ കൊഗ്നിറ്റീവ് വ്യൂസ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് വ്യൂസ്, അതുപോലെ തന്നെ കോൺസെപ്റ്റ് മാപ്പിംഗ്, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ആണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ 6 എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് വ്യൂസ് അബൌട്ട് ലേണിംഗ് ആണ്. അപ്പോൾ എന്താണ് കൊഗ്നിറ്റീവ് വ്യൂസ് എന്ന് നോക്കുകയാണെങ്കിൽ, അതായത് കൊഗ്നിറ്റീവ് വ്യൂസ് ഫോക്കസ് ചെയ്യുന്നത് മെൻ്റൽ പ്രോസസ്സസ് ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ലേണിംഗ്. ലേണിങ്ങിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ള മെൻ്റൽ പ്രോസസ്സിനെയാണ്. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ലേണേഴ്സ് തിങ്ക് ചെയ്യുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അനലൈസ് ചെയ്യുന്നത് ആൻഡ് ഇൻ്റർണലൈസ് നോളജ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് റിയാക്ടിങ് ടു ദ എൻവയോൺമെൻറ്റ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് ജസ്റ്റാൾട്ട് തിയറി ഓഫ് ലേണിംഗ് ആണ്. ജസ്റ്റാൾട്ട് തിയറി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് സൈക്കോളജി ഓഫ് പെർസെപ്ഷൻ ആണത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെൻസേഷൻസിൽ നിന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് മീനിങ് ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് മീനിങ് തരുന്നത്. ഇപ്പോൾ നമ്മൾ ഡോർബെല്ലിൽ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം ആരോ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മുടെ കേൾവി എന്ന് പറയുന്ന ആ ഒരു സെൻസിലൂടെയാണ് നമ്മൾ ഈ ഒരു കാഴ്ചപ്പാട്, ഡോർബെൽ അടിച്ചാൽ സംബഡി ഈസ് ദർ എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റാൾട്ട് തിയറി ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ആളുകൾ പെർസീവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്, ഉൾക്കൊള്ളുന്നത്, എങ്ങനെയാണ് ആ വേൾഡിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആസ് ഹോൾ പാറ്റേൺസ് റാദർ ദാൻ ഐസൊലേറ്റഡ് പാർട്സ്. പിന്നെ ഇത് എംഫസൈസ് ചെയ്യുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് ഏറ്റവും എഫക്റ്റീവ് ആവുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, ലേണേഴ്സ് ക്യാൻ സീ ദ ഓവറോൾ സ്ട്രക്ചർ ഓർ മീനിങ് ഓഫ് ദ കണ്ടന്റ് റാദർ ദാൻ മെമ്മറൈസിങ് ഡിസ്കണക്റ്റഡ് ഫാക്ട്സ്. അപ്പോൾ ഡിസ്കണക്റ്റഡ് ഫാക്ട്സ് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതല്ല, ഒരു കണ്ടന്റിൻ്റെ ഓവറോൾ സ്ട്രക്ചറോ മീനിങ്ങോ മനസ്സിലാക്കുക എന്നുള്ളതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നതെന്നാണ് ജസ്റ്റാൾട്ട് തിയറി പറയുന്നത്. അപ്പോൾ ഇത് കൊഗ്നിറ്റീവ് സൈക്കോളജിയാണ് ജസ്റ്റാൾട്ട് തിയറി എന്ന് പറയുന്നത്. ഇവിടെ പെർസെപ്ഷൻ ആൻഡ് ഇൻസൈറ്റ് ആർ ദ കീ. അപ്പോൾ പല ലേണിംഗ് സിറ്റുവേഷൻസിലും സ്റ്റുഡൻസ് ഓർഗനൈസ് ചെയ്യുകയും അതുപോലെ തന്നെ അവർ എന്താണോ മനസ്സിലാക്കിയിട്ടുള്ളത് അത് മീനിങ് ഫുൾ ഹോളായിട്ട്, അതായത് ആകെ മൊത്തത്തിലായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലേണിങ്ങിനെ കുറിച്ചിട്ടുള്ള കൊഗ്നിറ്റീവ് വ്യൂസിൽ 2 പ്രധാനപ്പെട്ട തിയറികളാണ്. ഒന്ന് ജസ്റ്റാൾട്ട് തിയറി, അടുത്തത് ഫീൽഡ് തിയറി. അപ്പോൾ ഫീൽഡ് തിയറി എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പേഴ്സൺ ആൻഡ് ഹിസ് സൈക്കോളജിക്കൽ ഫീൽഡ് ആസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലോക്കോമോഷൻ ഓർ മൂവ്മെൻറ്റ് ഓഫ് ഹിസ് ലൈഫ് സ്പേസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബിഹേവിയർ ഒരു വ്യക്തിയും അവൻ്റെ ഒരു സൈക്കോളജിക്കൽ തലവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അത് അവൻ്റെ ലൈഫ് സ്പേസിൽ അല്ലെങ്കിൽ അവൻ്റെ ലൈഫിൽ അവൻ്റെ മൂവ്മെൻറ്റിനെയും കൂടെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇവിടെ ഡെവലപ്പ് ചെയ്തത് കേർട്ട് ലെവിനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറി ഫോക്കസ് ചെയ്യുന്നത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദെയർ എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ, മറ്റേത് പെർസെപ്ഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ എൻവയോൺമെൻ്റ് ആണ് വരുന്നത്. ഇനി ഇവിടെ ഒരു ടേം പറഞ്ഞിട്ടുണ്ട് ലൈഫ് സ്പേസ്. അപ്പോൾ ലൈഫ് സ്പേസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പേഴ്സണ് അല്ലെങ്കിൽ ഓരോ പേഴ്സണും അവരുടേതായ ഒരു സൈക്കോളജിക്കൽ വേൾഡ് ഉണ്ടാവും. അതിൽ അവരുടെ നീഡ്സ്, ഗോൾസ്, പെർസെപ്ഷൻ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇതിനെല്ലാമാണ് അതിൻ്റെ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നേരത്തെ കണ്ടത് ജസ്റ്റാൾട്ട് തിയറി ഫോക്കസ് ചെയ്യുന്നത് ലേണിങ്ങിലാണെങ്കിൽ ഇവിടെ ബിഹേവിയറിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് നോക്കുക. അപ്പോൾ ഈ ബിഹേവിയർ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്, ഒരാളുടെ ഡിസയേഴ്സ്, ഇൻറ്റൻഷൻസ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ കണ്ടീഷൻസ് ലൈക്ക് എൻവയോൺമെൻറ്റിലുള്ള സോഷ്യൽ ഫോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിൻ്റെ സെൻട്രൽ പോയിന്റ് എന്താണ്? ജസ്റ്റാൾട്ട് തിയറിയുടെ സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് എന്നുള്ളത് ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അപ്പോൾ ഈ 2 തിയറീസും ഒരു കാര്യത്തിൽ യുണൈറ്റഡ് ആണ്, ഇൻ വൺ ആസ്പെക്റ്റ് അല്ലെങ്കിൽ യുനാനിമസ് ആണ്, ദാറ്റ് ദേ ഗീവ് പ്രോമിനൻസ് ടു ദ ലേണർ in the learning process as opposed to the stress on the environment given by the behaviorist. അപ്പോൾ ബിഹേവിയറിസ്റ്റ് തിയറി സ്ട്രെസ് കൊടുത്തിരുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തിരുന്നത് എൻവയോൺമെൻറ്റിലായിരുന്നെങ്കിൽ ഇവിടെ കൊഗ്നിറ്റീവ് തിയറി എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ലേണറിനാണ് ഇവിടെ പ്രോമിനൻസ് കൊടുക്കുന്നത്. അപ്പോൾ ബിഹേവിയറിസ്റ്റ് തിയറിയെ പോലെയല്ല. ബിഹേവിയറിസ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ് റെസ്പോൺസിനെ ഈസ് ഷേപ്ഡ് ബൈ ദ എൻവയോൺമെൻറ്റ് എന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ ജസ്റ്റാൾട്ട് ആൻഡ് ഫീൽഡ് തിയറീസ് എംഫസൈസ് ചെയ്യുന്നത് ദ ആക്റ്റീവ് റോൾ ഓഫ് ദ ലേണർ ഇൻ ദ ലേണിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ലേണർ എന്ന് പറയുന്നത് ഒരു പാസീവ് ആയിട്ടുള്ള റെസിപ്പിയൻ്റ് അല്ല, പക്ഷെ ഒരു ആക്റ്റീവ് കൺസ്ട്രക്ടർ ഓഫ് നോളേജ് ആണ്. ഇനി എന്താണ് കൊഗ്നിറ്റീവ് പെർസ്പെക്റ്റീവിൻ്റെ പർപ്പസ് ഇൻ എഡ്യൂക്കേഷൻ? അപ്പോൾ ലേണർ ഒരു സെൻട്രൽ പൊസിഷൻ ലേണിങ്ങിൽ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വാല്യുബിൾ ആണ്. കാരണം എഡ്യൂക്കേഷൻ ഈസ് മെൻറ്റ് ഫോർ ദ ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അവിടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻ്റ് ആൻഡ് പ്രൈമറി ആസ്പെക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? മാനസികമായിട്ടുള്ള
വളർച്ച അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇൻഡിവിജ്വൽസ് തിങ്ക് ചെയ്യുന്നത്, റീസൺ ചെയ്യുന്നത്, പ്രോബ്ലം സോൾവിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് സെഡ് ടു ബി ദ ഫൗണ്ടേഷൻ ഓഫ് ഓൾ അതർ ടൈപ്സ് ഓഫ് ഡെവലപ്മെൻറ്റ്, വെദർ ഇമോഷണൽ, സോഷ്യൽ ഓർ ഫിസിക്കൽ. അപ്പോൾ ഇത് എഡ്യൂക്കേഷനെ കുറേ ഫാക്ട്സ് നേടുക എന്നുള്ള രീതിയിലല്ല കാണുന്നത്, മെൻ്റൽ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുക, തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ്. എന്താണ് റോൾ ഓഫ് കൊഗ്നിറ്റീവ് തിയറിസ്റ്റ്? അപ്പോൾ ഈ പ്രോസസ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ മനസ്സിലാക്കാൻ വേണ്ടി ഈ സ്കൂളിലെ തിയറിസ്റ്റുകൾ ദേ ട്രൈഡ് ടു ഫൈൻഡ് ഔട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ദ സ്ട്രാറ്റജീസ് by which an intelligent organism like a human being process knowledge by himself and thus develops cognitively. എങ്ങനെയാണ് ഒരു ഇൻ്റലിജൻ്റ് ഓർഗാനിസം ആയിട്ടുള്ള മനുഷ്യൻ നോളജിനെ പ്രോസസ്സ് ചെയ്യുന്നതും അതെങ്ങനെയാണ് അവൻ കൊഗ്നിറ്റീവ്ലി ഡെവലപ്പ് ചെയ്യുന്നതും. അപ്പോൾ ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്നത് എങ്ങനെയാണ് ലേണേഴ്സ് അവർ സ്വയം എങ്ങനെയാണ് നോളജ് അക്യൂർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ബിലീവ് ചെയ്തിരുന്നു ലേണേഴ്സ് പല സ്ട്രാറ്റജീസും യൂസ് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോറിങ്, എക്സ്പെരിമെൻറ്റിങ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ടു ബിൽഡ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ പ്രോസസ്സായിട്ടാണ് കൊഗ്നിറ്റീവ് സൈക്കോളജി കണ്ടിരുന്നത്, നോട്ട് ജസ്റ്റ് ദ റിസൾട്ട് ഓഫ് എക്സ്റ്റേണൽ റിവാർഡ്സിൻ്റെയോ പണിഷ്മെൻറ്റിൻ്റെയോ മാത്രം റിസൾട്ട് അല്ല, ഒരു ഇൻറ്റേർണൽ പ്രോസസ്സും കൂടെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നാച്ചുറൽ ക്യൂരിയോസിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഹ്യൂമൻ ടെൻഡൻസിയാണ് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിനെ എക്സ്പ്ലോർ ചെയ്യുക, കോൺസെപ്റ്റുകൾ ഫോം ചെയ്യുക, പ്രിൻസിപ്പിൾസ് ഡെഡ്യൂസ് ചെയ്യുക, അതുപോലെ നമുക്ക് അറിയാവുന്ന നോളജിനെ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതൊരു ഇൻസൈറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇൻ ദ പ്രോസസ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഹ്യൂമൻസ് എന്ന് പറയുന്നത് നാച്ചുറലി ക്യൂരിയസ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് എപ്പോഴും ഒരു ഇന്നർ ഡ്രൈവ് ഉണ്ടാവും. ഇന്നർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഒരു ഉൾത്തൊരയൊക്കെ ഉണ്ടാവും ടു മേക്ക് സെൻസ് ഓഫ് ദെയർ സറൗണ്ടിങ്സ്. അവരുടെ റീസണിങ്ങും തിങ്കിങ് സ്കിൽസും യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് പാറ്റേൺസിനെ കുറിച്ച് മനസ്സിലാക്കി കൺക്ലൂഷൻസ് ക്രിയേറ്റ് ചെയ്ത് അവർ ഈ നോളജ് എന്ത് ചെയ്യുന്നു, പുതിയ സിറ്റുവേഷൻസിലേക്ക് അപ്ലൈ ചെയ്യുന്നു. കൊഗ്നിറ്റീവ് തിയറിയുടെ മറ്റൊരു കോൺട്രിബ്യൂഷനാണ് ഡിസ്കവറി ബേസ്ഡ് ലേണിംഗ്. ഈ നേരത്തെ പറഞ്ഞ ഈ ഒരു ത്വരയുണ്ടല്ലോ, ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉള്ള, അപ്പോൾ ഈ എക്സ്പ്ലോറേഷനാണ് വിച്ച് ലെഡ് ടു ദ ടെൻഡൻസി ടു കൺസിഡർ സ്റ്റുഡൻസ് ആസ് ഡിസ്കവറേഴ്സ്. അവർ ഡിസ്കവറേഴ്സ് ആണ്, അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, അവർ എൻക്വയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദേ ലേൺ ഹൗ ടു ലേൺ, എങ്ങനെയാണ് ഓരോന്നും പഠിക്കേണ്ടതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്ന ഒരു സെൽഫ് ഡയറക്റ്റഡ് ജേർണിയാണ്. ഇവിടെ സ്റ്റുഡൻസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എക്സ്പ്ലോർ ദ പ്രോബ്ലംസ് ആൻഡ് ക്വസ്റ്റ്യൻസ്, അവർ അന്വേഷിക്കുന്നു ഡീപ്ലി ആൻഡ് ആക്റ്റീവ്ലി ആൻഡ് ദേ ഡിസ്കവർ ആൻസേഴ്സ് ഓർ പാറ്റേൺസ് ഓഫ് ദെയർ ഓൺ. അതുകൊണ്ട് തന്നെ ലേണിംഗ് എന്ന് പറയുന്നത് ഡിസ്കവറി ബേസ്ഡ് ലേണിംഗ് ആണ്. ഇതിലൂടെ അവർ ലൈഫ് ലോങ് ലേണിംഗ് സ്കിൽസ് ബിൽഡ് ചെയ്യുകയും ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നോളജ് നേടുകയും ചെയ്യുന്നു. ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട തിയറിസ്റ്റുകൾ പിയാഷെ, ബ്രൂണർ, ഓസ്വെൽ ആൻഡ് വിഗോട്സ്കി. They revolutionized the technology of instruction and learning. ഈ കൊഗ്നിറ്റീവ് തിയറിസ്റ്റുകൾ ഫോക്കസ് ചെയ്തിരുന്നത് എങ്ങനെയാണ് നോളജ് കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ടീച്ചിങ്, ഈ ഒരു നോളേജ് ലേണിംഗ് അല്ലെങ്കിൽ നോളേജ് അക്വയറിങ് അല്ലെങ്കിൽ ലേണിംഗ് എന്നുള്ളത് ഒരു ഇൻറ്റേർണൽ പ്രോസസ്സാണ് മുൻപ് പറഞ്ഞ പോലെ. അപ്പോൾ അതിനെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ടീച്ചേഴ്സ് എന്നുള്ളതാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് പിയാഷെ, അദ്ദേഹത്തിൻ്റെ സ്റ്റേജസ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ബ്രൂണറുടെ ലേണിംഗ് ത്രൂ ഡിസ്കവറി ആൻഡ് സ്പൈറൽ കരിക്കുലം, ഓസ്ബെലിൻ്റെ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് ആൻഡ് കോൺസെപ്റ്റ് മാപ്സ്, വിഗോട്സ്കിയുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ ഇൻ ലേണിംഗ് ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഓർ ZPD. ആദ്യം ഇവിടെ നോക്കുന്ന കോൺസെപ്റ്റ് ലേണിംഗ് ബൈ ഡിസ്കവറി. അതായത് നമുക്ക് പോസിബിൾ ആണ് ടു മെമ്മറൈസ് എ പോയം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ നമുക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. പക്ഷേ മീനിങ് ഫുൾ ആയിട്ട് ലേൺ ചെയ്താൽ മാത്രമാണ് അത് എന്തിലേക്ക് നയിക്കുള്ളൂ, ആക്ച്വൽ ഡിസ്കവറിയിലേക്ക് നയിക്കുള്ളൂ. അപ്പോൾ ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് എംഫസൈസ് ചെയ്യുന്നത് ഓവർ റോട്ട് മെമ്മറൈസേഷനെ അല്ല അതവിടെ എംഫസൈസ് ചെയ്യുന്നത്, അതിനപ്പുറത്തേക്കുള്ളതിനാണ് എംഫസൈസ് ചെയ്യുന്നത്. ഇവർ പറയുന്നത് സ്റ്റുഡൻസ് ഹു ഫൈൻഡ്സ് ഔട്ട് തിങ്സ് ഔട്ട് ഫോർ ദംസെൽസ്, സ്വന്തമായി കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന കുട്ടികൾ ദേ റിറ്റെയിൻ ദ നോളജ് ബെറ്റർ ബിക്കോസ് അവരെന്ത് ചെയ്യും, അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസും റീസണിങ്ങുമായിട്ട് വാട്ട് എവർ ദേ ഹാവ് ലേൺഡ് ഓർ ഫൈൻഡ് ഔട്ട് അത് കണക്ട് ചെയ്യും എന്നുള്ളതാണ് ലേണിംഗ് ബൈ ഡിസ്കവറിയുടെ ഫസ്റ്റ് കോൺസെപ്റ്റ്. ഇനി ഇവർ കൺസിഡർ ചെയ്യുന്നത് ലേണറിനെ ഒരു ഡിസ്കവറർ ആയിട്ടാണ്. ഇപ്പോൾ ഈ ലേണിംഗ് സ്ട്രാറ്റജിയിൽ സ്റ്റുഡൻറ്റിൻ്റെ റോൾ എന്താണ്, ദ റോൾ ഓഫ് എ ഡിസ്കവററാണ്, ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തക്കാരൻ്റെ ഒരു റോളാണ്. ഹി ഈസ് ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് ദ മെറ്റീരിയൽ ടു ബി ലേൺഡ്, എന്താണോ പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണോ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ മെറ്റീരിയൽ സ്വയം ഡെവലപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ലേണറിൻ്റെ റോൾ ഇവിടെ എങ്ങനെയായിരിക്കും,
പാസീവ് ആയിരിക്കും ആക്റ്റീവ് ആയിരിക്കും? ഡെഫിനറ്റ്ലി ആക്റ്റീവ് ആയിരിക്കും. ആൻഡ് ദേ ടേക്സ് ചാർജ് ഫോർ ദെയർ ലേണിംഗ് പ്രോസസ്. ഇവരിവിടെ നോളേജ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട്, എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം ടീച്ചർ അവിടെ ആബ്സെൻ്റ് എന്നല്ല, ടീച്ചർ അവിടെ വളരെ സപ്പോർട്ടീവ് ആൻഡ് ഗൈഡിങ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അടുത്തത് എന്താണ് ടീച്ചറുടെ റോൾ എന്നുള്ളതാണ്. അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു ഫെസിലിറ്റേറ്റർ ആണ്, ഒരു റോൾ ഓഫ് എ ഗൈഡ് ആണ് ഇവിടെ ടീച്ചർ ചെയ്യുന്നത്. ഹു ക്രിയേറ്റ്സ് മോട്ടിവേഷൻ ബൈ അറൗസിങ് ക്യൂരിയോസിറ്റി ത്രൂ റിപ്രസെൻറ്റേഷൻ ഓഫ് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ്. ടീച്ചർ എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് പ്രസൻറ്റ് ചെയ്യുകയും അതിലൂടെ അവരുടെ ക്യൂരിയോസിറ്റിയെ ഉണർത്തുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഗൈഡ്ഷിപ്പ് എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് ഇവിടെ ടീച്ചർ ചെയ്യുന്നത്. ടീച്ചറുടെ ജോബ് എന്താണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ present challenging problems to spark curiosity, create a motivating environment, encourage exploration and experimentation. അപ്പോൾ ടീച്ചർ ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നു ടു പ്രൊമോട്ട് തിങ്കിങ് വിച്ച് ലീഡ്സ് ടു ദ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം. ആൻഡ് ദേ ഓൾസോ എക്സ്റ്റെൻഡ് മോണിറ്ററിങ്ങും ഗൈഡൻസ് എന്ത് ചെയ്യുന്നു? ദേ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ആൻഡ് ലേണർ ഇവിടെ കറക്റ്റ് പാത്ത് എന്താണ് എന്നുള്ളതിലേക്ക് എത്തിപ്പെടാനായിട്ട് സഹായിക്കുന്നു. ഇനി ഡിസ്കവറി ലേണിംഗ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അതിന് 3 കണ്ടീഷൻസ് ആണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ഒരു ഡിസ്കവറി ലേണിങ്ങിന് വളരെയധികം അത്യാവശ്യമാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ആക്ടിവേഷൻ, സെക്കൻഡ് വൺ ഈസ് മെയിൻ്റനൻസ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ഡയറക്ഷൻ. ആക്ടിവേഷൻ എന്ന് പറയുന്നതുകൊണ്ടാണ് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇറ്റ്സ് മെൻ ഫോർ അറൗസിങ് മോട്ടിവേഷൻ, അതായത് മോട്ടിവേഷനെ ഉണർത്തുക. അത് എന്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു? ആക്ഷൻ ദാറ്റ് ലീഡ്സ് ടു ഡിസ്കവറി. ഇവിടെ എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ലേണർ ഇൻട്രസ്റ്റഡ് ആവുന്നു ഇൻ എക്സ്പ്ലോറിങ്. പിന്നീടുള്ളത് മെയിൻ്റനൻസ്. നമ്മൾ അറ്റ്മോസ്ഫിയർ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു അല്ലെ, പ്രൊവൈഡിങ് ആൻ അറ്റ്മോസ്ഫിയർ. ഇനി ഇവർ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതിനുള്ള അറ്റ്മോസ്ഫിയർ കൊടുക്കുന്നതാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ലേണേഴ്സിനെ ദേ ഷുഡ് ബി എൻഗേജ്ഡ്. ഇതിന് വളരെ സപ്പോർട്ടീവ് ആൻഡ് എൻകറേജിങ് ആയിട്ടുള്ള സറൗണ്ടിങ്സ് വേണം. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് മെൻഷൻഡ് ഇൻ ഫുൾ ഹിയർ, പക്ഷെ അത് റെഫർ ചെയ്യുന്നത് ടു ദ ഗൈഡൻസ് ആൻഡ് കീപ്പിംഗ് ദ ലേണർ ഓൺ ട്രാക്ക്. അവർ ശരിയായ ദിശയിലല്ലേ പോകുന്നത്, അവർ ഇൻ ബിറ്റ്വീൻ അവരുടെ വഴി മാറിപ്പോകുന്നില്ലല്ലോ, ദിശ മാറി സഞ്ചരിക്കുന്നില്ലല്ലോ, ഫ്രസ്ട്രേറ്റഡ് ആവുന്നില്ലല്ലോ എന്നുള്ളതെല്ലാം നോക്കുക. അപ്പോൾ ഇതാണ് ഡിസ്കവറി ലേണിംഗ്. ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പിയാഷെയുടെ ജനറ്റിക് എപ്പിസ്റ്റമോളജി ആണ്. ഓക്കെ, ഇപ്പോൾ പിയാഷെയുടെ ഈ ഒരു തിയറിക്ക് ബയോളജിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിനെ അദ്ദേഹം ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് വിളിക്കുന്നത് ഇസ് ബിക്കോസ് അദ്ദേഹത്തിൻ്റെ പ്രൈമറി ഇൻട്രസ്റ്റ് എന്തെങ്കിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഹൗ നോളേജ് ഈസ് ഡെവലപ്ഡ് ഇൻ ഹ്യൂമൻ ഓർഗാനിസംസ് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പിയാഷെ ഒരു ബയോളജിസ്റ്റ് ബൈ ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് അദ്ദേഹത്തിൻ്റെ പല ഐഡിയാസ് അബൌട്ട് ഹൗ ഹ്യൂമൻസ് ഗ്രോ ആൻഡ് അഡാപ്റ്റ് ഇൻ്റലക്ച്വലി എന്നുള്ളതിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം കോയിൻ ചെയ്തിട്ടുള്ള ഒരു ടേമാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. ഇവിടെ ജനറ്റിക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെൻ്റൽ ആണ്. ഇപ്പോൾ ജനറ്റിക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ദ ജീൻസ് ആണെന്ന് വിചാരിക്കും. ബട്ട് ഇറ്റ്സ് നോട്ട് സംതിങ് റിലേറ്റഡ് ടു ദി ജീൻസ്. ഡെവലപ്മെൻ്റൽ എന്നുള്ള അർത്ഥമാണ് ജനറ്റിക് എന്ന് പറയുന്ന വേർഡിനുള്ളത്. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് നോളജ്. അപ്പോൾ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തെങ്ങനെയാണ് ഹൗ നോളേജ് ഡെവലപ്സ് ഓവർ ടൈം ഇൻ ഹ്യൂമൻസ് എന്നുള്ളതാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. ജനറ്റിക് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റൽ എന്നുള്ളതാണ്, എപ്പിസ്റ്റമോളജി മീൻസ് സ്റ്റഡി ഓഫ് നോളജ് ആണ്. അപ്പോൾ ഹൗ നോളേജ് ഡെവലപ്സ് ഓവർ ടൈം എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഇനി പിയാഷെയുടെ വ്യൂ ഓൺ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ പിയാഷെ വളരെ ഒരു അർഡൻ സ്പോക്സ്മാൻ, അതായത് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അപ്രോച്ച് ടു ലേണിങ്ങിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു പിയാഷെ. അദ്ദേഹം സ്ട്രോങ്ലി ബിലീവ് ചെയ്തൊരു കാര്യമാണ് ലേണിംഗ് നടക്കുന്നത് കൊഗ്നിറ്റീവ് പ്രോസസ്സിലൂടെയാണ്, അല്ലാതെ എക്സ്റ്റേണൽ ബിഹേവിയറിലൂടെ മാത്രമല്ല. അദ്ദേഹം പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഹൗ ഔട്ട് ഓഫ് ദ നാച്ചുറൽ ടെൻഡൻസി ടു ഡെവലപ്പ് ഇൻ്റലക്ച്വലി ഓർ കൊഗ്നിറ്റീവ്ലി human organisms interact with the environment stimuli, process the various items of information that draw their attention, internalize these, integrates the related ones and thus build up a cognitive structure. അതായത് പലപ്പോഴും ഹ്യൂമൻസിന് എന്തുണ്ട്, ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ട് ടു ഡെവലപ്പ് ഇൻ്റലക്ച്വലി ആൻഡ് കൊഗ്നിറ്റീവ്ലി. അപ്പോൾ ഹ്യൂമൻ ഓർഗാനിസംസ് എൻവയോൺമെൻറ്റൽ സ്റ്റിമുലിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പല തരത്തിലുള്ള ഇൻഫർമേഷൻ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അവർ ഇൻറ്റേർണലൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, റിലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കൊഗ്നിറ്റീവ് സ്ട്രക്ചർ അവർ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആര് പറയുന്നത്, പിയാഷെ പറയുന്നത്. അപ്പോൾ പിയാഷെയുടെ ഈ ഒരു തിയറി പ്രകാരം ഹ്യൂമൻസിന് ഒരു ഇൻബോൺ ഡിസയർ ഉണ്ട് ടു ഡെവലപ്പ് ഇൻ്റലക്ച്വലി ആൻഡ് കൊഗ്നിറ്റീവ്ലി. അവരവരുടെ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, പുതിയ ഇൻഫർമേഷൻസ് നോട്ടീസ് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു.
ഇതാണ് പലപ്പോഴും കൊഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ മെൻ്റൽ ഫ്രെയിംവർക്സിൻ്റെ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്, വിച്ച് ഹെൽപ്പ് അസ് ടു ഓർഗനൈസ് നോളജ്. ഇപ്പോൾ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ദ ടോട്ടാലിറ്റി, that means ആകത്തുക ഓഫ് ഓർ ഇൻ്റഗ്രേറ്റഡ് ഹോൾ ദറ്റ് കണ്ടെയ്ൻസ് ഓൾ ഐറ്റംസ് ഓഫ് നോളജ്. നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്ത ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്ത എല്ലാ നോളജിൻ്റെയും ടോട്ടാലിറ്റീനെയാണ് കൊഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ മെൻ്റൽ സിസ്റ്റം. അവിടെ എല്ലാ റിലേറ്റഡ് നോളജും വളരെ മീനിങ് ഫുൾ ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ കോൺസെപ്റ്റ് ഓഫ് സ്കീമ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, സ്കീമ 1 or 2 മാർക്സിന് ചോദിക്കും. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പിയാഷെ ഒരുപാട് കോൺസെപ്റ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് സ്കീമ, വിച്ച് ഈസ് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ. ഓക്കെ, അപ്പോൾ സ്കീമ എന്ന് പറയുന്നത് കൊഗ്നിഷൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ മെൻ്റൽ ഇമേജ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് പറയാം സ്കീമ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് കൊഗ്നിഷൻ ആണ്. മെൻ്റൽ ഇമേജ് ഒരു സ്ട്രക്ചർ ഫോംഡ് ബൈ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ലേൺ ചെയ്തിട്ടുള്ള, നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ ഒരു മെൻ്റൽ ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് to a person to make sense of what they perceive and learn. അവർ കാണുന്ന കാഴ്ചകളെക്കുറിച്ചും അവരതിൽ നിന്ന് എന്ത് പഠിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് സെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സ്കീമ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് with which the cognitive structure is built up. It may be considered as the mental image of an experience that has been received by an organism. അതായത് ബേസിക് യൂണിറ്റ് ആണ് കൊഗ്നിറ്റീവ് സ്ട്രക്ചർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കതിനെ എന്തെന്ന് പറയാം? ദ മെൻ്റൽ ഇമേജ് ഓഫ് ആൻ എക്സ്പീരിയൻസ് ദറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ബൈ ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസം റിസീവ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, അതിൻ്റെ മെൻ്റൽ ഇമേജ് ആണ് സ്കീമ എന്നുള്ളത് പറയാം. പല തരത്തിലുള്ള സ്കീമാസ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ സ്കീമ. അപ്പോൾ നമ്മൾ ടാറ്റ എന്ന് പറയും. അപ്പോൾ ആരെങ്കിലും പോകുമ്പോൾ ടാറ്റ കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഫിസിക്കൽ മെൻ്റൽ ഇമേജ് ആണ്. ബൈ എന്ന് പറയുന്നതിൻ്റെ ഫിസിക്കൽ മെൻ്റൽ ഇമേജ്, ദാറ്റ് മീൻസ് സ്കീമയാണ് ടാറ്റ. കോൺസെപ്ച്വൽ സ്കീമയ്ക്ക് എക്സാമ്പിളാണ് എന്താണ് ഒരു ട്രപ്പീസിയം എന്നുള്ളത് മനസ്സിലാക്കുക, അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇനി ട്രപ്പീസിയത്തിന് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി സോഷ്യൽ സ്കീമയ്ക്കുള്ള എക്സാമ്പിളാണ് ഒരാളെ കാണുമ്പോൾ സ്മൈൽ ചെയ്യുക ആസ് എ വേ ഓഫ് ഗ്രീറ്റിംഗ്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ലേൺ ചെയ്യുന്നത്. അത് ലേൺ ചെയ്യുന്നത് അനുസരിച്ച് ദ നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദി സ്കീമാസ് ഓൾസോ ഇൻക്രീസ്. അപ്പോൾ എത്രത്തോളം ഒരാൾ ലേൺ ചെയ്യുന്നുണ്ടോ കൂടുതൽ സ്കീമാസ് ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കൂടുതൽ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെയിൻ ഓഫ് സ്കീമാസ് ഒരു പെർട്ടിക്കുലർ ടാസ്കിൽ ഇൻവോൾവ് ആണെങ്കിൽ ഇറ്റ് മേ ബി സെഡ് ടു ബി എ സ്കീം. അതായത് ഒരുപാട് സ്കീമ ഒരു പർട്ടിക്കുലർ ടാസ്കിൽ ഇൻവോൾവ് ആണെങ്കിൽ അതിനെ സ്കീം എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, സെറ്റിംഗ് ദ അപ്പറേറ്റസ് ഫോർ കണ്ടക്ടിങ് ആൻ എക്സ്പെരിമെൻറ്റ്. ഇത് ഒരു സ്കീമിൻ്റെ എക്സാമ്പിളാണ്, കാരണം അതിൽ ഒരുപാട് സ്കീം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കണക്റ്റഡ് സ്കീമ വിച്ച് ഈസ് യൂസ്ഡ് ടു ക്യാരി ഔട്ട് എ ടാസ്ക് ലൈക്ക് ഡൂയിങ് ആൻ എക്സ്പെരിമെൻറ്റ്. ഇനി എന്താണ് സ്കീമാറ്റ? വിച്ച് ഈസ് ദ പ്ലൂറൽ ഓഫ് സ്കീമ. സ്കീമയുടെ പ്ലൂറലിനെയാണ്, സ്കീമയുടെ പ്ലൂറലാണ് സ്കീമാറ്റ. ഒരു സെറ്റ് ഓഫ് കണക്റ്റഡ് സ്കീംസിനെയാണ് സ്കീമാസിനെയാണ് സെറ്റ് ഓഫ് കണക്റ്റഡ് സ്കീമാസിനെയാണ് സ്കീം എന്ന് പറയുന്നത്. എ സെറ്റ് ഓഫ് കണക്റ്റഡ് സ്കീമാസിനെയാണ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദസ് schemas or schemata and the clusters of schemas resulting in schemes give shape to cognitive structure. അപ്പോൾ ഈ മൂന്നും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഒരു cognitive structure. ഇപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നതിൽ ഒരുപാട് സ്കീമാസ് ഉണ്ട്, അതിനെ നമ്മൾ ലാർജർ സ്കീംസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഒരു പേഴ്സൻ്റെ cognitive സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കീമാസ്. അപ്പോൾ ഇത് വളരെ എവിഡൻ്റ് ആണ്. ഒരാളുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എത്ര നമ്പർ, വെറൈറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് സ്കീമാസ് അവർ എൻഗേജ് ആണ്, എങ്ങനെയാണിത് സിസ്റ്റമാറ്റിക്കലി ആൻഡ് മീനിങ് ഫുള്ളി അവരുടെ ലിങ്ക് ചെയ്തൊരു സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പേഴ്സൻ്റെ കൊഗ്നിറ്റീവ് എബിലിറ്റി എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? എത്രത്തോളം സ്കീമാസ് അവർക്കുണ്ട്, എത്രത്തോളം റിച്ച് ആൻഡ് വേരിയഡ് അല്ലെങ്കിൽ വേരിയസ് ആണ് ആ സ്കീമാസ്. അതുപോലെ തന്നെ ഈ സ്കീമാസ് ഒക്കെ എങ്ങനെയാണ് അവരുടെ മൈൻഡിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ how this could be efficiently made possible through the process of instruction. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ടീച്ചിങ്ങിലൂടെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനിലൂടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പിയാഷെ എക്സാമിൻ ചെയ്യുന്നത്. ഇപ്പോൾ പിയാഷെ ബിലീവ് ചെയ്തു ഇൻസ്ട്രക്ഷൻ ആൻഡ് ടീച്ചിങ് ഇങ്ങനെ ഇഫക്റ്റീവ് ആയിട്ടുള്ള കൊഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ്. ഇനി അഡാപ്റ്റേഷൻ ആൻഡ് കൊഗ്നിറ്റീവ് ഗ്രോത്ത്. അപ്പോൾ എങ്ങനെയാണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഒക്കർ ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി യൂസ്ഡ് ദ അനലോജി ഓഫ് ബയോളജിക്കൽ അഡാപ്റ്റേഷൻ.
അപ്പോൾ ഓർഗാനിസംസ് ബയോളജിക്കലി അഡാപ്റ്റ് ടു സർവൈവ് ആണ്. അതായത് നമ്മൾ ബയോളജിക്കലി നമ്മൾക്ക് വി ഹാവ് എ ടെൻഡൻസി ടു സർവൈവ്. ആൻഡ് ഹ്യൂമൻസ് എങ്ങനെയാണ്, ദേ ആർ മെൻ്റലി അഡാപ്റ്റ് ടു ന്യൂ നോളജ് ഓർ ഓർഗാനിസംസ് ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ബയോളജിക്കലി എല്ലാ ലിവിങ് ഓർഗാനിസവും ദേ വുഡ് ലൈക്ക് ടു റിമെയിൻ ഇൻ ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് എക്വിലിബ്രിയം വിത്തൗട്ട് ബീങ് ഡിസ്റ്റർബ്ഡ്. അതായത് ഏത് അവസ്ഥയിലാണോ അവരുള്ളത് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകണം. അതായത് ഒരു മെൻ്റൽ ഒരു ഇക്വിലിബ്രിയത്തിൽ തന്നെ ആയിരിക്കണം, ഡിസ്റ്റർബ് ചെയ്യണ്ട എന്നുള്ളൊരു തോന്നലാണ് അവർക്കുള്ളത്. അപ്പോൾ പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് മെൻ്റൽ ബാലൻസ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയാണ്, വേർ എവറിത്തിങ് മേക്ക് സെൻസ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ഇക്വിലിബ്രിയം, നമ്മുടെ മെൻ്റൽ ബാലൻസ് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലെവലിൽ പല ചേഞ്ചസും വരും. അത് ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും, നമ്മുടെ ഓൺ സേഫ്റ്റി അത് ത്രെട്ടൺ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ പുതിയ എക്സ്പീരിയൻസസ് ഇപ്പം നമ്മുടെ ഈ എക്സിസ്റ്റിംഗ് നോളജിലേക്ക് ഫിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മെൻ്റൽ ഡിസ്കംഫേർട്ട് അല്ലെങ്കിൽ മെൻ്റൽ ഡിസിക്വിലിബ്രിയം ഉണ്ടാവാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഓർഗാനിസത്തിന് എന്തിനു സാധിക്കില്ല, എപ്പോഴും സ്റ്റാറ്റിക് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം പലപ്പോഴും ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റിമുലീസ് അവരെ ബാധിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം മൈൻഡ് കനോട്ട് സ്റ്റേ ദ സെയിം ഫോർ എവർ. എപ്പോഴും അതിനൊരേ അവസ്ഥയിൽ ഞാനിപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് എനിക്ക് മതി അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല. പുതിയ ഇൻഫോർമേഷൻസ് വരും, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പരിചിതമാവുക തന്നെ വേണം. അപ്പോൾ ഈ ഒരാളൊരു ഡിസെക്വിലിബ്രിയം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡിസ്ട്രെസ്സിങ് ആയിരിക്കും ആ ഓർഗാനിസത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ they will try to get back to the state of equilibrium or to try to equilibrate. ഈ ഇക്വിലിബ്രേഷൻ അല്ലെങ്കിൽ ഈ മെൻ്റൽ ബാലൻസ് പോസിബിൾ ആവുന്നത് ഈ ഓർഗാനിസം പോസിബിൾ ആവുന്നതോടുകൂടി ഓർഗാനിസം എന്താവും, റിലാക്സ്ഡ് ആവും. ബിക്കോസ് ഈ ഒരു സിറ്റുവേഷനെ അത് ബയോളജിക്കലി അഡാപ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ മെൻ്റൽ ഇംബാലൻസ് ആണ് പലപ്പോഴും പുതിയൊരു നോളജ് സീക്ക് ചെയ്യാനും എക്സിസ്റ്റിംഗ് സ്കീമാസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുമായിട്ട് ഒരു ഹ്യൂമൻ ബീങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയതായിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള എന്തെങ്കിലും എൻകൗണ്ടർ ചെയ്യുമ്പോൾ നമ്മളൊരു ഡിസെക്വിലിബ്രിയം, ഇപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഒരു ഫ്ലൈറ്റിൽ പോകുന്നു, ഇപ്പോൾ ഫ്ലൈറ്റിന് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൻ്റെ പ്രശ്നം കാരണം അല്ലെങ്കിൽ മഴ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. ഇപ്പോൾ പൈലറ്റ് ഇൻഫോം ചെയ്യാണ് ദാറ്റ് സംതിങ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ ഫ്ലൈറ്റ് ആകെ ആഡിയോ ചെയ്യുന്നു, അങ്ങനെ പലതും സംഭവിക്കുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലി ഡിസെക്വിലിബ്രിയം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ആ എക്സ്പീരിയൻസ് മെൻ്റൽ ഡിസെക്വിലിബ്രിയം കൂടെ തരുന്നതാണ്, പുതിയ ഒന്നാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പ്രശ്നത്തിലായിരിക്കും. അപ്പോൾ നമ്മൾക്ക് അത് ഓക്കെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും അല്ലേ. ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റീസ്റ്റോറിങ് ബാലൻസ് ബൈ അഡ്ജസ്റ്റിംഗ് ഓർ റീസ്ട്രക്ചറിങ് സ്കീമാസ്. അപ്പോൾ ഇത് സിമിലർ ആണ് ഹൗ ഓർഗാനിസംസ് അഡാപ്റ്റ് ഫിസിക്കലി ടു സർവേ. ഇവിടെ പക്ഷെ മറ്റ് ജീവികളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ ഇക്വിലിബ്രിയം ആണ് അവർ നോക്കുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മെൻ്റൽ അഡാപ്റ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഫിസിക്കൽ അഡാപ്റ്റേഷൻ ആണെങ്കിൽ നമുക്ക് മെൻ്റൽ അഡാപ്റ്റേഷൻ ആണ്. ഇനി അടുത്തത് ദ സൈക്ലിക് നേച്ചർ ഓഫ് കൊഗ്നിറ്റീവ് ഗ്രോത്ത്. ഇപ്പോൾ ഒരു സെയിം ടൈപ്പ് ഓഫ് സൈക്ലിക് ആക്ഷൻ തന്നെ പല കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് കേസിലും നമുക്ക് കാണാം. ഇപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ലേണിംഗ് എങ്ങനെ സംഭവിക്കുന്നു, ഒരു പ്രോബ്ലം ഉണ്ടാവുന്നു, ലേണർ ഗെറ്റ്സ് കൺഫ്യൂസ്, സൊല്യൂഷൻ സീക്ക് ചെയ്യുന്നു, ബാലൻസ് റീഗെയിൻ ചെയ്യുന്നു, അങ്ങനെ കൂടുതൽ കോമ്പിറ്റൻ്റ് ആവുന്നു. അപ്പോൾ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ഒരു വ്യക്തിയുടെ ഇൻ്റലക്ച്വൽ കോമ്പീറ്റൻസിനെ ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റായിട്ടും അയാളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണർത്തും. ഇതാണ് ഇൻ്റലക്ച്വൽ ഡിസെക്വിലിബ്രിയത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വെൻ സംതിങ് ഇൻ്റലക്ച്വലി ചലഞ്ച്, ഒരു ഇൻ്റലക്ച്വൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ലേണറിൻ്റെ മെൻ്റൽ ബാലൻസിനെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇൻ്റലക്ച്വൽ ഡിസെക്വിലിബ്രിയം. ഇതെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, ക്യൂരിയോസിറ്റി ഉണർത്തുന്നു, ആൻഡ് ലേണർ ഈസ് മോട്ടിവേറ്റഡ് ടു ആക്ട്. ഈ ഡിസ്ട്രസ്സിങ് സ്റ്റേറ്റിനെ ഇറ്റ് ഹാസ് ടു ബി സെറ്റ് റൈറ്റ് ബൈ ഇക്വിലിബ്രേഷൻ. അതിനെ എങ്ങനെയാണ് പോസിബിൾ ആവുക എന്ന് പറഞ്ഞാൽ എന്താണോ അവരെ ക്യൂരിയസ് ആക്കിയത് അത് സാറ്റിസ്ഫൈഡ് ആവണം, ഒരു ഫീസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ അവർ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ആൻഡ് ദേ ഷുഡ് ഓൾസോ സോൾവ് ദ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ. അപ്പോൾ ലേണർ എങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവരുടെ കൊഗ്നിറ്റീവ് ബാലൻസ് റീഗെയിൻ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ദ പ്രോസസ് ഓഫ് അഡാപ്റ്റേഷൻ. ഇപ്പോൾ ഒരു സൊല്യൂഷൻ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആക്ട് ചെയ്യും ബേസ്ഡ് ഓൺ ദാറ്റ് സൊല്യൂഷൻ. The learner finds the solution, they get adapted to the new situation. അപ്പോൾ ഈ പ്രോസസ്സിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും, ന്യൂ സ്കീമാസ് ക്രിയേറ്റ് ചെയ്യും, ആൻഡ് they will also form the understanding of a new knowledge. ഇത് ഇൻറ്റേർണലൈസ് ചെയ്യുമ്പോൾ
ഇറ്റ് ഫോംസ് ദ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ആൻഡ് ദേ ബിക്കം റിച്ചർ. അങ്ങനെ ഇന്റേണലൈസ്ഡ് സ്കീമാസ് എന്ന് പറയുന്നത് ഒരു ലേണറിന്റെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിന്റെ ഭാഗമായിക്കൊണ്ടേയിരിക്കുന്നു. ഇറ്റ് ഗെറ്റ്സ് മോർ ഡീപ്പർ ആൻഡ് മോർ കോംപ്ലെക്സ്. ഇനി അടുത്തതാണ് ഓപ്പറേഷൻ ആൻഡ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഇപ്പൊ പിയാഷെ പറഞ്ഞു എങ്ങനെയാണ് ഇക്വിലിബ്രേഷൻ പോസിബിൾ ആവുന്നതെന്ന്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് പോസിബിൾ ആവുന്നത് ഒരു ഇൻഡിവിജ്വൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പൊ എന്താണ് ഓപ്പറേഷൻ എന്നുള്ളത് നോക്കാം. ഓപ്പറേഷൻ എന്ന് പറയുന്നതുകൊണ്ട് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു മെന്റൽ ആക്ഷൻ ആണ്, വിച്ച് ഈസ് ഇന്റൻഡഡ് ടു എസ്റ്റാബ്ലിഷ് ന്യൂ ലിങ്ക്സ് ഓഫ് സ്കീമാസ് വിത്ത് എ വ്യൂ ടു അറൈവ് അറ്റ് ദ സൊല്യൂഷൻ ഫോർ ആൻ അൺഫെമിലർ ഓർ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ. അതായത് അൺഫെമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ വരുമ്പോൾ പുതിയ സ്കീമയുമായിട്ട് അത് ലിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു മെന്റൽ ആക്ഷനെയാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇന്റേണൽ മെന്റൽ പ്രോസസ്സാണ്. ഇവിടെ ലേണർ എന്താണ് ചെയ്യുന്നത്? ദ പേഴ്സൺ ഈസ് ട്രൈങ് ടു ഫോം കണക്ഷൻസ് ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ നോളജ് ടു സോൾവ് പ്രോബ്ലംസ്. അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആവണമെങ്കിൽ അതിലൊരു പ്രോസസ്സും കൂടി ഉണ്ട്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഇൻവോൾവ് ഷട്ടിലിംഗ് ഓഫ് ദ ഫെമിലർ സ്കീമാസ് പ്രസന്റ് ഇൻ ദ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ആൻഡ് അൺഫെമിലർ സ്കീമാസ്. അതിനെ രണ്ടിനെയും പരസ്പരം ഷട്ടിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ്. അതായത് നമുക്ക് ഫെമിലർ ആയിട്ടുള്ള സ്കീമാസും അൺഫെമിലർ ആയിട്ടുള്ള സ്കീമാസിനെയും ഒരു താരതമ്യം ചെയ്യുക. അതിനെയാണ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു മെന്റലി റിവേഴ്സ് ആൻ ആക്ഷൻ ഓർ തോട്ട്. ഒരു തോട്ടിനെ അല്ലെങ്കിൽ ആക്ഷനെ മെന്റലി റിവേഴ്സ് ചെയ്യാനുള്ള കാപ്പബിലിറ്റിയാണ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഭാഗമാണ്. ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അൺഫെമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഫെമിലർ ആയിട്ടുള്ള സ്കീമയുമായിട്ട് അതിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മെന്റൽ ആക്ഷനാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആക്കുന്ന പ്രോസസ്സാണ് റിവേഴ്സിബിലിറ്റി. റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദ എബിലിറ്റി ടു മെന്റലി റിവേഴ്സ്, ഒരു ആക്ഷനോ ഒരു തോട്ടോ മെന്റലി റിവേഴ്സ് ചെയ്യുന്നതാണിത്. അപ്പോൾ നമ്മുടെ ഓൾഡ് ആൻഡ് ന്യൂ നോളജിനെ കമ്പയർ ചെയ്യുന്നതിനെയാണ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പല ന്യൂ സ്കീമാസുമായിട്ട് ഒരു എക്സിസ്റ്റിംഗ് വൺസിനെ മാച്ച് ചെയ്യുകയും അണ്ടർസ്റ്റാൻഡിങ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിൽ റിസൾട്ട് ചെയ്യുന്നത് രണ്ട് പ്രോസസ്സിലൂടെയാണ്. ഒന്ന് അസിമിലേഷൻ, അടുത്തത് അക്കോമഡേഷൻ. ഇനി അടുത്തത് എന്താണ് അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ? അസിമിലേഷൻ എന്ന് പറയുന്നത് പിയാഷെ ഒരു പ്രോസസ്സായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഒരു അൺഫെമിലർ ആയിട്ടുള്ള സ്കീമയെ നമ്മൾ ഫെമിലർ ആക്കുന്നു ബൈ ലിങ്കിങ് ഇറ്റ് വിത്ത് എ ഫെമിലർ സ്കീമാസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ ദ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ. നമ്മൾ അൺഫെമിലർ ആയിട്ടുള്ള ഒരു സ്കീമ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫെമിലർ സ്കീമയുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ അതും എന്താവും? ഫെമിലർ സ്കീമയാവും. അപ്പോൾ അസിമിലേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് സ്കീമയിലേക്ക് ന്യൂ നോളജിനെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ലേണർ ഇവിടെ ഒരു പുതിയൊരു സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നോക്കുകയാണ് ബൈ യൂസിങ് വാട്ട് ദേ ഓൾറെഡി നോ. അപ്പോൾ സ്കീമാസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഷട്ടിൽഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ആണ്, യൂസിങ് ദ എബിലിറ്റി ഫോർ റിവേഴ്സിബിലിറ്റി. അങ്ങനെ ഷട്ടിൽ ചെയ്യുന്ന കാപ്പബിലിറ്റിയാണ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസിമിലേഷൻ നടന്നു കഴിഞ്ഞാൽ അൺഫെമിലർ സ്കീമാസ് എന്തിനു വേണ്ടി റെഡിയാവും? ദേ ആർ റെഡി ടു എൻ്റർ ദ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ. അപ്പോൾ അസിമിലേഷൻ നടന്നാൽ എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അൺഫെമിലർ സ്കീമ ഫെമിലർ സ്കീമയായി കഴിഞ്ഞു. അപ്പോൾ അസിമിലേഷൻ എന്ന് പറയുന്നത് പുതിയ ഐഡിയാസിനെ പ്രിപ്പയർ ചെയ്യാൻ, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അസിമിലേഷൻ നടന്നു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ദർ ഈസ് ദ നീഡ് ഫോർ പ്രോപ്പർ ഇൻ്റഗ്രേഷൻ, രജിസ്ട്രേഷൻ. നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്തു, പക്ഷെ അവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അവരെ നമ്മുടെ മനസ്സിൽ അവരുടേതായ പ്ലേസ് കണ്ടെത്തി അവിടെ നമ്മൾ അവരെ അക്കോമഡേറ്റ് ചെയ്യണം. അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? താമസിപ്പിക്കണം. ഈ അസിമിലേറ്റഡ് സ്കീമാസിന് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് നമ്മുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ കൊടുക്കണം. അപ്പോഴാണ് ആ ടോട്ടാലിറ്റിയുടെ ഭാഗമായിട്ട് അവർ മാറുള്ളൂ. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക? അക്കോമഡേഷൻ. അതായത് എക്സിസ്റ്റിംഗ് സ്കീമാസിനെ മോഡിഫൈ ചെയ്യുകയോ റീഷേപ്പ് ചെയ്യുകയോ ചെയ്യാണ് നമ്മൾ ഈ അസിമിലേറ്റഡ് സ്കീമാസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അസിമിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനേക്കാളും കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്. കാരണം ഇപ്പം നമ്മുടെ ടോട്ടൽ മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന എക്സിസ്റ്റിംഗ് ഫ്രെയിം വർക്കിനെ മൊത്തം നമ്മൾ ഇതിനു വേണ്ടി അഴിച്ചു പണിയേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ന്യൂ സ്കീമാസ് ഏതെങ്കിലും ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ നിന്നായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതിനെ നമ്മൾ അസിമിലേറ്റ് ചെയ്യുന്നു, അക്കോമഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഡിസെക്വിലിബ്രിയം വരും. അപ്പോൾ നമ്മൾ ഇത് അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഒരു കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഉണ്ട്, അതിലേക്ക് ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഡിസെക്വിലിബ്രിയം വരും. പിന്നീട് നമ്മൾ അതിൽ നിന്നും ഇക്വിലിബ്രിയം റീഗെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നത് അസിമിലേഷനും അക്കോമഡേഷനും നടക്കുമ്പോൾ മാത്രമാണ്. ആൻഡ് ദ ലേണർ ഈസ് നോ ലോങ്ങർ കൺഫ്യൂസ്ഡ്. ഈ പ്രോസസ്സിനെയാണ് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. അതായത് അസിമിലേഷൻ പ്ലസ് അക്കോമഡേഷൻ
ഇതിലൂടെ കൊഗ്നിറ്റീവ് ഗ്രോത്ത് നേടുന്നതിനാണ് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇൻഡിവിജ്വൽ അഡാപ്റ്റ്സ് വിത്ത് ദ ന്യൂ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആൻഡ് ഗെറ്റ്സ് ഡെവലപ്ഡ് കൊഗ്നിറ്റീവ്ലി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊഗ്നിറ്റീവ് വ്യൂസ് അബൌട്ട് ലേണിങ്ങിന് കുറേ കോൺസെപ്റ്റ്സ് നമ്മൾ നോക്കി. ഇക്വിലിബ്രേഷൻ, അസിമിലേഷൻ, അക്കോമഡേഷൻ, കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇത് ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ കോൺസെപ്റ്റ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അതായത് ഒരാളുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റാറ്റസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ നമ്മൾ ലേണറിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നു. അത് ലേണറിനെ ചലഞ്ച് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു. അവിടെ ഒരു കൊഗ്നിറ്റീവ് ഡിസിക്വിലിബ്രിയം ആ കുട്ടിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുകയാണ്. ടു ഓപ്പറേറ്റ് മീൻസ് ടു ടേക്ക് മെൻ്റൽ ആക്ഷൻ. അതിൽ നിന്നും ഒരു റിസൾട്ട് ഉണ്ടാവുന്നു. അപ്പോൾ ലേണേഴ്സിനെ നമ്മളൊരു ചലഞ്ച് കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കറൻറ്റ് ഇക്വിലിബ്രിയത്തിനെ അത് ഡിസ്റ്റർബ് ചെയ്യാണ്. അങ്ങനെ ഈ പ്രസൻറ്റ് ലേണിംഗ് എക്സ്പീരിയൻസസ് അവരെന്ത് ചെയ്യുന്നു? പുതിയ റിലേറ്റഡ് സ്കീമാസിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഒരു എക്സിസ്റ്റിംഗ് കൊഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് അതിനെ കൊളാബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ലേണർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ റിലേറ്റഡ് സ്കീമാസും അതുപോലെ തന്നെ ചലഞ്ചിങ് ഇഷ്യൂസ്, സജഷൻസ് എല്ലാമായിട്ട് ഒരു കണക്ഷൻ ഫോം ചെയ്യാണ്. ഇവിടെ ലേണർ മോട്ടിവേറ്റ് ചെയ്യാണ്. ആൻഡ് ദേ ഓൾസോ ഷട്ടിൽ ദ ഓൾഡ് ആൻഡ് ന്യൂ സ്കീമാസ്. അവിടെ ഇൻട്രാക്ഷനും ആക്റ്റീവ് തിങ്കിങ്ങിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേണർ പ്രോപ്പറായിട്ട് ഈ ന്യൂ സ്കീമാസ് അവരുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഡിസിക്വിലിബ്രിയം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ദേ വിൽ സംഹൗ സക്സീഡ് ഇൻ ടു ഗെറ്റ് ഇറ്റ് ഫിക്സ്ഡ് ഇൻ ടു ദെയർ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ. അപ്പോൾ അവിടെ ഇക്വിലിബ്രേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ സെൽഫ് ഡയറക്റ്റഡ് ഡിസ്കവറി ബേസ്ഡ് ലേണിങ്ങിലാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറേ ടേംസ് പറഞ്ഞിരുന്നു. സ്റ്റിമുലസ്, ഇതിനൊക്കെ ഒരു ജസ്റ്റ് ഒരു 1 ലൈൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ദാറ്റ് യു ക്യാൻ ഗോ ത്രൂ. ഇനി എന്താണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്? ഇപ്പോൾ ടീച്ച് ചെയ്യുന്നതിന് മുമ്പ് ഡിസിക്വിലിബ്രിയം നമ്മൾ എന്ത് ചെയ്യണം? ഷുഡ് ബി ക്രിയേറ്റഡ് ഇൻ ദ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഓഫ് ദ ചൈൽഡ്. Child should be actively involved in the learning process. The learner should be enabled to connect ന്യൂ ഇൻഫർമേഷനും എക്സിസ്റ്റിംഗ് ഇൻഫർമേഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ സ്യൂട്ടബിൾ എക്സ്പീരിയൻസ് ആയിരിക്കണം ഫോർ അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. അത് പ്രൊവൈഡ് ചെയ്യണം. ചിൽഡ്രൻ ഷുഡ് നോട്ട് ബി ടോട്ട് സർട്ടൻ കോൺസെപ്റ്റ്സ് അൺടിൽ ദേ ഹാവ് റീച്ച്ഡ് ദി അപ്രോപ്രിയേറ്റ് സ്റ്റേജ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അതായത് ഓരോ ഏജിലും പഠിക്കേണ്ട, മനസ്സിലാക്കാവുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു ഏജിൽ എത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അവരെ അത് പഠിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഫോക്കസ് എന്തിലായിരിക്കണം? ഷുഡ് ബി ഓൺ ദി പ്രോസസ് ഓഫ് ലേണിംഗ് റാദർ ദാൻ ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്. അപ്പോൾ ഇവിടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് കൊഗ്നിറ്റീവ് വ്യൂസ് ഓൺ ലേണിംഗ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടത് ഡിസ്കവറി ലേണിങ്ങും ഡിസ്കവറി ലേണിങ്ങിൻ്റെ ഒരു ചെറിയ കോൺസെപ്റ്റ് മാത്രമേ. ബ്രൂണറിൻ്റെ ഡിസ്കവറി ലേണിംഗ് വേറൊരു ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ പിയാഷയുടെ ജെനറ്റിക് എപ്പിസ്റ്റമോളജിയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്.